ഭർത്താവ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും സ്വന്തം വീട്ടിലേക്ക് പോവാൻ കഴിയാതെ കുടുങ്ങിക്കിടക്കുന്ന ഒരു പെൺകുട്ടി. ആ വീട്ടിൽ ഈ പെൺകുട്ടിയെ ഒരു മാനസിക രോഗിയാക്കി ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട്. മാത്രമല്ല, പെൺകുട്ടിയുടെ അച്ഛൻ ഒരല്പം റൂഡായിട്ട് പെരുമാറുന്ന ഒരാളാണ്. അച്ഛൻ അവിടെ നിൽക്കണ്ടെന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ നാർസിസത്തിന്റെ പിടിയിലകപ്പെട്ട് രക്ഷപ്പെടാൻ കഴിയാതെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ആളുകളെ നാർസിസ്റ്റുകൾക്ക് അവരുടെ മൈൻഡിനെ പോലും കൺട്രോൾ ചെയ്യാനുള്ള സ്വാധീനം ഇവരിൽ പതിയെ പതിയെ ഉണ്ടാക്കിയെടുക്കും. ഗ്യാസ് ലൈറ്റിങ്ങും മാനിപ്പുലേറ്റിങ്ങും ഒക്കെ നടത്തിയിട്ട് സ്വന്തം ഇമോഷനുകൾ അവനവന്റെ കയ്യിലല്ലാത്ത വിധം ഇവർ അമിതമായിട്ട് പൊട്ടിത്തെറിക്കും. ചിലപ്പോൾ കുട്ടികളോടൊക്കെ ആയിരിക്കും ഇവർക്ക് ഉറക്കം നഷ്ടപ്പെടാനും ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ശരീരത്തിന്റെ പല ഭാഗത്ത് അസ്വസ്ഥതകൾ, വേദനകൾ, അതേപോലെ ചിന്തകളെ നഷ്ടപ്പെടുക, ഫോക്കസ് ഇല്ലായ്മ, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ഇവർ കടന്നുപോയിക്കൊണ്ടിരിക്കും. ഇവരുടെ ബ്രെയിനിലെ അമിഗ്ഡാല ആ പാർട്ടിൽ നിന്നാണ് ഇമോഷനുകളെ കൺട്രോൾ ചെയ്യുന്നത്. അവിടെ അമിതമായിട്ട് ഹൈപ്പർ വിജിലന്റ് ആയിട്ട് ഇരിക്കാൻ, ഹൈപ്പർ പ്രഷർ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കേണ്ട ഒരു ആവശ്യം വരാം. അതായത് ഇവരോടുള്ള ഇടപഴകലുകൾ കൊണ്ട് ഇങ്ങനെ ആയിത്തീരും. അടുത്ത നിമിഷം ഇയാൾ എങ്ങനെ പെരുമാറാം, എന്താ ഇയാളിൽ നിന്ന് ഉണ്ടാകുക, ഇതിന്റെ ചൊല്ലിയിട്ട് എപ്പോഴും ആങ്സൈറ്റിയും പേടിയും ഇതിങ്ങനെ ഇവരിങ്ങനെ ബ്രെയിനിനെ പെട്ടെന്ന് ഇവരുടെ ഇമോഷൻ കയ്യിൽ നിന്ന് പോകുന്ന തരത്തിലാകും. അത് മറ്റുള്ളവരോട് പ്രകടിപ്പിക്കും. ഇതുമൂലം ഇവർക്ക് ഇവരുടെ സ്വത്വത്തെ നഷ്ടപ്പെടുന്നതിന് കാരണമാകാറുണ്ട്. ഇവരുടെ ഇമോഷനുകൾ ഇവരുടെ കയ്യിൽ നിൽക്കാതെ പോവാറുണ്ട്. ഇവർ പോലും അറിയാതെ ഇവരെ സ്വയം ഒരു മാനസിക രോഗിയാക്കി മാറ്റാനും കാരണമാകാറുണ്ട്. ഇത്തരത്തിൽ ഒരുപാട് ആളുകളുണ്ട്. ഇവരെയൊക്കെ കൃത്യമായ രീതിയിലുള്ള മെന്റൽ സപ്പോർട്ട് കൊടുക്കുകയും തെറപ്പികൾ കൊടുക്കുകയും ചെയ്യാത്തിടത്തോളം 100% ഇവരുടെ ജീവിതം മറ്റൊരവസ്ഥയിലേക്ക് എത്തുന്ന ഒരു കാര്യത്തിൽ സംശയമില്ല. നാർസിസത്തിന് അത്രത്തോളം കഴിവുകളുണ്ട്.